ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു. അന്ത്യം തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിൽ. സംസ്കാരം നാളെ രാവിലെ 10-ന് ഔദ്യോഗിക ബഹുമതികളോടെ കണ്ടാനാട്ടെ വീട്ടുവളപ്പിൽ. വിടവാങ്ങിയത് മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അതുല്യ പ്രതിഭ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽനാൾ കർമ്മം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. കലോത്സവം ജനുവരി 14 മുതൽ 18 വരെ. ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണപ്പാളി വിഷയവും ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബാധകമായില്ലെന്ന് CPM. ന്യൂനപക്ഷങ്ങൾ UDF-നെ തുണച്ചതായും നേതൃയോഗത്തിൽ വിലയിരുത്തൽ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നാളെ. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ മുതിർന്ന അംഗം ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യും. മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് 26-ന്. പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 27-ന്. വാർത്തകൾ വിശദമായി. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് കണ്ടാനാട്ടെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. ഡയാലിസിസ് ചെയ്യാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി തൃപ്പൂണിത്തറ എത്തിയപ്പോൾ ആരോഗ്യനില മോശമാവുകയായിരുന്നു. ഭാര്യ വിമല ഒപ്പമുണ്ടായിരുന്നു. എറണാകുളം കണ്ടാനാട്ടെ വീട്ടിലും എറണാകുളം ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അന്ത്യോപചാരം അർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, വ്യവസായ മന്ത്രി P. രാജീവ്, പത്മശ്രീ ഭരത് മമ്മൂട്ടി തുടങ്ങിയവർ ഭൗതിക ശരീരത്തിൽ അന്ത്യോപചാരം അർപ്പിച്ചു. മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അതുല്യ പ്രതിഭയാണ് ശ്രീനിവാസന്റെ വിയോഗത്തോടെ നഷ്ടമാകുന്നത്. സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങൾ നർമ്മത്തിന്റെ മേമ്പൊടി ശാലിച്ച് അവതരിപ്പിച്ച ശ്രീനിവാസന്റെ രചനകൾ കാലത്തിന്റെ കുത്തൊഴുകിൽ പ്രഭമങ്ങാതെ ഇന്നും പ്രേക്ഷക മനസ്സുകളിൽ തങ്ങി നിൽക്കുന്നതാണ്. പാട്യത്തായിരുന്നു ജനനം. കതിരൂർ ഗവൺമെന്റ് സ്കൂളിലും പഴശ്ശിരാജ NSS കോളേജിലുമാണ് പഠിച്ചത്. പിന്നീട് മദ്രാസിലെ ഫിലിം ചേംബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിനിമാ അഭിനയത്തിൽ ഡിപ്ലോമ നേടി. സൂപ്പർതാരം രജനീകാന്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സഹപാഠിയായിരുന്നു. 1977 PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചത്. എന്തിനാ നമുക്ക് അവരൊക്കെ തരുന്നത്? അവർക്ക് കുട്ടികളില്ല, അതുകൊണ്ടാ. കർത്താവേ, അവർക്ക് കുട്ടികൾ ഉണ്ടാകാതിരിക്കണേ. 1984 ഓടരുതമ്മാവ ആളറിയും എന്ന സിനിമയ്ക്ക് കഥ എഴുതി രചനാരംഗത്തേക്കും കടന്നു. സന്മനസ്സുള്ളവർക്ക് സമാധാനം, TP ബാലഗോപാലൻ MA, ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, നാടോടിക്കാറ്റ്, തലയണമന്ത്രം, ഗോളാന്തര വാർത്ത, വരവേൽപ്പ്, സന്ദേശം, ഉദയനാണ് താരം, മഴയത്തു മുൻപേ, അഴകിയ രാവണൻ, ഒരു മറവത്തൂർ കനവ്, അയാൾ കഥ എഴുതുകയാണ്, കഥ പറയുമ്പോൾ, ഞാൻ പ്രകാശൻ തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് തിരക്കഥയൊരുക്കി. 1991 പുറത്തിറങ്ങിയ ആക്ഷേപഹാസ്യ ചിത്രമായ സന്ദേശം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ. ഒരു തമാശക്ക് സൈഡായിട്ട് തമാശക്കോ? പാർട്ടി എന്റെ ജീവാത്മാവും പരമാത്മാവുമാണ്. എനിക്ക് പെൺകുട്ടിയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ? ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത വടക്കുനോക്കി യന്ത്രം, ചിന്താവിഷ്ടയ ശ്യാമള എന്നീ ചിത്രങ്ങൾ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടി. നൊമ്പരങ്ങളുടെ നനവ് പുരട്ടിയ നർമ്മത്തിൽ പൊതിഞ്ഞ രംഗങ്ങളിലൂടെ സാധാരണ മനുഷ്യരുടെ ജീവിതം ആവിഷ്കരിച്ചവയാണ് ശ്രീനിവാസൻ സിനിമകൾ. മലയാളിയുടെ സാമൂഹ്യ രാഷ്ട്രീയ ബോധ്യങ്ങളുടെ നേർക്കാഴ്ചകൾ പ്രതിഫലിച്ച സിനിമകൾ പ്രേക്ഷക മനസ്സിൽ ഒരിക്കലും അരങ്ങൊഴിയുന്നില്ല. സത്യനന്ദിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ട് മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന അധ്യായങ്ങളിൽ ഒന്നാണ്. TP ബാലഗോപാലൻ MA ആണ് ഈ കൂട്ടുകെട്ടിലെ ആദ്യ ചിത്രം. നാടോടിക്കാറ്റ്, സന്ദേശം, വരവേൽപ്പ്, തലയണമന്ത്രം തുടങ്ങി ഞാൻ പ്രകാശൻ വരെയുള്ള ചിത്രങ്ങൾ സത്യൻ ശ്രീനി രസതന്ത്രത്തിന്റെ വിജയക്കൂട്ടായി മലയാളികൾ ഏറ്റെടുത്തു. ഡബ്ബിങ്ങിലും ഒരു കൈ നോക്കിയിട്ടുണ്ട് ശ്രീനിവാസൻ. മമ്മൂട്ടിക്ക് വേണ്ടി വിധിച്ചതും കൊതിച്ചതും, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, ഒരു മാടപ്പിറാവിന്റെ കഥ, മേള എന്നീ ചിത്രങ്ങൾക്ക് ശബ്ദം നൽകി. തമിഴ്നാടൻ ത്യാഗരാജനായി ഒരു മുത്തശ്ശി കഥ എന്ന ചിത്രത്തിനും ഡബ്ബ് ചെയ്തു. സിനിമയ്ക്ക് പുറത്തെ നിലപാടുകളിലും ശ്രീനിവാസന് അദ്ദേഹത്തിൻ്റെതായ ശരികളുണ്ടായിരുന്നു.
ഒടുവിൽ പറയാനേറെ കഥകൾ ബാക്കിവെച്ച് മലയാളത്തിന്റെ ശ്രീനി വിടവാങ്ങുമ്പോൾ നാട്ടുവഴികളുടെ മാമ്പൂ മണം നിറഞ്ഞ ഓർമ്മകൾ എന്നും പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരിക്കും. ന്യൂസ് ഡെസ്ക് TCV. സമകാലിക കേരളത്തിൽ ഏറെ പ്രസക്തമാണ് ശ്രീനിവാസന്റെ രചനകളെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട് അനുസ്മരിച്ചു. ശ്രീ കുറേ നാളായിട്ട് സുഖമില്ലാതെ കിടക്കുകയായിരുന്നല്ലോ. അപ്പം ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒന്നും പ്രതികരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം നിങ്ങളിലൊക്കെ എല്ലാവർക്കും അറിയാം, ശ്രീനിവാസനും ഞാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം. ഞാൻ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ മിനിഞ്ഞാന്ന് സംസാരിച്ചിരുന്നു. അതിനിടയ്ക്ക് പുള്ളി ഒന്ന് വീണു, എന്നിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ചെറിയ സർജറി കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഇരുന്ന് തുടങ്ങി, വോക്കറിൽ നടക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അപ്പം എപ്പോഴും പോകുന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനെപ്പോഴും വന്ന് പുള്ളിനെ ചാർജ് ചെയ്യും. കാര്യം 2 ആഴ്ച കൂടുമ്പോൾ വീട്ടിൽ പോകും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കും. അപ്പോൾ വളരെ ബുദ്ധിയും ബ്രെയിനും ചിന്തകളൊക്കെ വളരെ ഷാർപ്പാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് മതിയായി എന്ന് പറഞ്ഞു. കാരണം കുറച്ച് നാളായിട്ട് അസുഖമായിട്ട് കിടക്കാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അത് നോക്കിയിട്ട് കാര്യമില്ല, നമുക്കിനി തിരിച്ചു വരാം. ജനുവരി 14 മുതൽ 18 വരെ തൃശൂരിൽ നടക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മുഖ്യവേദിയുടെ പന്തൽ കാൽനാട്ടുകർമ്മം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തേക്കിൻകാട് മൈതാനിയിൽ നിർവഹിച്ചു. ചലച്ചിത്ര നടൻ ശ്രീനിവാസന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ മൗനമാചരിച്ച ശേഷം നടന്ന യോഗം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, MLA-മാർ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. തേക്കിൻകാട് മൈതാനിയിലെ പൂരം എക്സിബിഷൻ ഗ്രൗണ്ടിലാണ് പ്രധാന വേദി ഒരുക്കുന്നത്. മുഖ്യവേദി ഉൾപ്പെടെ നഗരത്തിലെ 25 വേദികളിലായാണ് ജനുവരി 14 മുതൽ 18 വരെയുള്ള 5 ദിവസങ്ങളിൽ സംസ്ഥാന കലോത്സവം അരങ്ങേറുക. 14,000-ലേറെ വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് 96 ഇനങ്ങളിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് 105 ഇനങ്ങളിലും സംസ്കൃത വിഭാഗത്തിൽ 19 ഇനങ്ങളിലും അറബിക് വിഭാഗത്തിൽ 19 ഇനങ്ങളിലുമായി മത്സരങ്ങൾ അരങ്ങേറും. കാൽനാട്ട് കർമ്മം നടന്ന മുഖ്യവേദി ഉൾപ്പെടെ 25 വേദികളും ജനുവരി 10-നകം സജ്ജമാകുന്ന വിധമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണ നേതൃമാറ്റത്തെ തുടർന്ന് ആഗസ്റ്റ് 12-ന് രൂപീകരിച്ച സ്വാഗത സംഘം പുനഃസംഘടിപ്പിക്കും. കലോത്സവത്തിന്റെ സമാപന ദിവസമായ ജനുവരി 18-ന് നടക്കുന്ന സമ്മേളനത്തിൽ ചലച്ചിത്ര നടൻ മോഹൻലാൽ പങ്കെടുക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അറിയിച്ചു. പന്തൽ കാൽനാട്ട് ചടങ്ങിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘാടക സമിതി യോഗം ചേർന്നു. TCV തൃശൂർ. ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണപ്പാളി വിഷയവും ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബാധകമായില്ലെന്ന് CPM വിലയിരുത്തൽ. അതേസമയം ന്യൂനപക്ഷങ്ങൾ UDF-നെ തുണച്ചതായും പാർട്ടി വിലയിരുത്തുന്നു. CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് മുന്നോടിയായി ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി യോഗത്തിലാണ് വിലയിരുത്തൽ. വോട്ട് കണക്കുകൾ സംബന്ധിച്ച് വിശദമായ ചർച്ച യോഗങ്ങളിലുണ്ടായി. LDF-ന് ലഭിച്ച വോട്ടുകളും നഷ്ടപ്പെട്ട വോട്ടുകളും പരിശോധിച്ചു. ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ UDF-ന് അനുകൂലമായെന്ന് പാർട്ടി വിലയിരുത്തി. വർഗീയ ശക്തികൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ തിരിച്ചടിയുണ്ടായി. എന്നാൽ ശബരിമലയിലെ വിവാദങ്ങൾ ബാധിച്ചില്ല. ക്ഷേത്രനഗരികളിൽ ഇടതുമുന്നണിക്കുണ്ടായ വിജയമാണ് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഭരണവിരുദ്ധ വികാരമില്ലെന്നും പാർട്ടി കരുതുന്നു. ജില്ലാ പഞ്ചായത്തിലെ നേട്ടവും നിയോജകമണ്ഡലം തലങ്ങളിലെ വോട്ട് കണക്കും വിലയിരുത്തിയാണ് ഈ നിഗമനം. സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവുകളുണ്ടായി, സംഘടനാ തലത്തിൽ വീഴ്ചകൾ സംഭവിച്ചു തുടങ്ങിയ വിമർശനങ്ങളും ഉയർന്നു. കോർപ്പറേഷനിലെ തിരിച്ചടിക്ക് മേയർ MK വർഗീസിന്റെ പ്രവർത്തനങ്ങളും കാരണമായതായി CPM നേതൃയോഗം വിലയിരുത്തുന്നു. TCV ന്യൂസ് തൃശൂർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ മുതിർന്ന അംഗം ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യും. സത്യപ്രതിജ്ഞയ്ക്കായി സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ മുൻപാകെ വേണം ആദ്യ അംഗം പ്രതിജ്ഞയെടുക്കേണ്ടത്. കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ജില്ലാ കളക്ടർമാരും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അതത് സ്ഥാപനങ്ങളിലെ വരണാധികാരികളെയുമാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. മുനിസിപ്പൽ കൗൺസിലുകളിൽ ഇതിനായി നിയോഗിച്ചിട്ടുള്ള വരണാധികാരികൾ വേണം ആദ്യ അംഗത്തെ പ്രതിജ്ഞ എടുപ്പിക്കേണ്ടത്. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത മുതിർന്ന അംഗമായിരിക്കും മറ്റംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുക. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിലുകൾ എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 10-നും കോർപ്പറേഷനുകളിൽ 11:30-നുമാണ് സത്യപ്രതിജ്ഞാ നടപടികൾ ആരംഭിക്കുക. സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞ ഉടൻ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളുടെയും ആദ്യ യോഗം ആദ്യം പ്രതിജ്ഞ ചെയ്ത അംഗത്തിന്റെ അധ്യക്ഷതയിൽ ചേരും. ഈ യോഗത്തിൽ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കമ്മീഷന്റെ അറിയിപ്പ് സെക്രട്ടറി വായിക്കും.
സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടക്കുന്നുണ്ടെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കേണ്ടതും കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. മേയർ, മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് 26-ന് രാവിലെ 10:30-നും ഡെപ്യൂട്ടി മേയർ, വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് 2:30-നും നടക്കും. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് 27-ന് രാവിലെ 10:30-നും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് 2:30-നും നടക്കും. വോട്ടവകാശമുള്ള അംഗങ്ങളുടെ എണ്ണത്തിന്റെ പകുതിയാണ് ക്വാറം വേണ്ടത്. ക്വാറമില്ലെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം യോഗം ചേർന്ന് ക്വാറമില്ലാതെ തന്നെ തെരഞ്ഞെടുപ്പ് നടത്താം. TCV ന്യൂസ്, തൃശൂർ. കൊടകര പഞ്ചായത്തിലെ പൊതുകുളങ്ങളിലൊന്നായ പെരിങ്ങാംകുളത്തിൽ പായലും ചണ്ടിയും നിറയുന്നു. ഏറെക്കാലം നാശോന്മുഖമായി കിടന്ന കുളം വർഷങ്ങൾക്ക് മുൻപ് നവീകരിച്ച് സൗന്ദര്യവൽക്കരിച്ചെങ്കിലും ഇപ്പോൾ വീണ്ടും കുളത്തിന്റെ മുഖം മങ്ങുകയാണ്. ദേശീയപാതയോരത്തുള്ള പെരിങ്ങാംകുളം ഏറെക്കാലം പായലും ചണ്ടിയും നിറഞ്ഞ് അവഗണിക്കപ്പെട്ട് കിടന്നെങ്കിലും 10 വർഷം മുൻപ് കുളത്തിന്റെ പുനരുദ്ധാരണവും സൗന്ദര്യവൽക്കരണവും നടത്തി മികച്ച വിശ്രമ കേന്ദ്രമായി മാറ്റിയിരുന്നു. അപ്പോളോ ടയേഴ്സിന്റെ സഹകരണത്തോടെയാണ് കൊടകര ഗ്രാമപഞ്ചായത്ത് പെരിങ്ങാംകുളം മോടി പിടിപ്പിച്ചത്. ദേശീയപാതയിലൂടെ കടന്നുപോകുന്ന സഞ്ചാരികൾക്കും അയ്യപ്പ ഭക്തർക്കും നാട്ടുകാർക്കുമായി വിശ്രമ കേന്ദ്രമാക്കി മാറ്റിയെടുത്തു. എന്നാൽ ഏതാനും വർഷങ്ങളായി കുളം വൃത്തിയാക്കാത്തതിനാൽ പായലും ചണ്ടിയും നിറഞ്ഞു കിടക്കുകയാണിപ്പോൾ. മാലിന്യ നിക്ഷേപത്തിനാവശ്യമായ സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സാമൂഹ്യവിരുദ്ധർ പ്ലാസ്റ്റിക് കുപ്പികളും ഭക്ഷണാവശിഷ്ടങ്ങളും കുളത്തിലേക്ക് വലിച്ചെറിയുന്നത് സന്ദർശകർക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ ചിലത് തകർന്നു കിടക്കുകയാണ്. നടപ്പാതയും ഭാഗികമായി തകർന്നിട്ടുണ്ട്. പെരിങ്ങാംകുളത്തിലെ പായലും ചണ്ടിയും നീക്കം ചെയ്യാൻ നടപടിയുണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കൊടകര. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് K പ്രമോദ് അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ MA ഹാരിസ് ബാബു, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PK ഡേവിസ്, KSTA സംസ്ഥാന പ്രസിഡന്റ് D സുധീഷ്, E നന്ദകുമാർ, IB ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം വഴിയമ്പലത്ത് വാഹനാപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. KSRTC ബസ്സും ടെമ്പോ ട്രാവലറും കാറുമാണ് കൂട്ടിയിടിച്ചത്. കോഴിക്കോട്ടേക്ക് പോയിരുന്ന KSRTC ബസ്സും ശബരിമലയിൽ പോയി തിരികെ കോഴിക്കോട്ടേക്ക് പോയിരുന്ന ടെമ്പോ ട്രാവലറും കാറുമാണ് കൂട്ടിയിടിച്ചത്. കാറിലുണ്ടായ പെരിഞ്ഞനം സ്വദേശി സൗമ്യയ്ക്ക് നിസ്സാര പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമ്മാടത്ത് കാറിൽ സ്കൂട്ടർ ഇടിച്ച അപകടം. സ്കൂട്ടർ യാത്രികർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കാർ ഭാഗികമായി തകർന്നു. വെള്ളിയാഴ്ച രാത്രി 11:00-ഓടെയായിരുന്നു സംഭവം. പൂത്തറയ്ക്കൽ റോഡിലൂടെ അമിത വേഗത്തിൽ വന്ന സ്കൂട്ടർ പാലക്കൽ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ആലപ്പാട് സ്വദേശികളായ കുടുംബം സഞ്ചരിച്ചിരുന്ന കാറിന്റെ വലതുവശത്ത് ഇടിക്കുകയായിരുന്നു. കാർ ഭാഗികമായി തകർന്നു. സ്കൂട്ടർ യാത്രികർ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് സൂചന. ചേർപ്പ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. രോഗികളെ വലച്ച് എളനാട് ഹോമിയോ ആശുപത്രി. ആഴ്ചകളായി സ്ഥിരം ഡോക്ടർ ഇല്ലാതെയാണ് ആശുപത്രി പ്രവർത്തനം നടത്തുന്നത്. തിരുവില്ലാമലയിലെ ഹോമിയോ ഡോക്ടർക്ക് എളനാട് ആശുപത്രിയിൽ അധിക ചുമതല നൽകിയിട്ടുണ്ടെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമാണ് അവർ ഇവിടെ രോഗികളെ പരിശോധിക്കുന്നത്. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. CN സ്മൃതിയുടെ നേതൃത്വത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ CN ബാലകൃഷ്ണന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ ചടങ്ങ് ആനപ്പാറ സ്നേഹവീട്ടിൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ CN ബാലകൃഷ്ണൻ, പത്നി തങ്കമണി ടീച്ചർ, KPCC സെക്രട്ടറി A പ്രസാദ്, CB ഗീത, കോർഡിനേറ്റർ സന്തോഷ് കോലഴി, നിയുക്ത കൌൺസിലർമാരായ അഡ്വക്കേറ്റ് വില്ലി ജിജോ, അരുൺ തടത്തിൽ, ഷാരി കിഷോർ, MC ഗ്രേസി, സുരേഷ് കുമാർ, V ബിജു കൃഷ്ണൻ, IN വിജയകുമാർ എന്നിവർ പങ്കെടുത്തു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. ജനകീയ അംഗീകാരത്തിന്റെ തിളക്കവുമായി തദ്ദേശ ജനപ്രതിനിധികൾ മനസ്സ് തുറക്കുന്നു. മെമ്പർ സ്പീക്കിംഗ്.
അയ്യന്തോൾ സിവിൽ സ്റ്റേഷൻ ഡിവിഷനിൽ നിന്ന് തൃശൂർ കോർപ്പറേഷനിലേക്ക് കൌൺസിലറായി 2ാം തവണ തെരഞ്ഞെടുക്കപ്പെട്ട UDF-ലെ A. പ്രസാദ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ ഒരാളാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നേതൃത്വപരമായ കഴിവ് തെളിയിച്ചയാളാണ് പ്രസാദ്. KPCC സെക്രട്ടറി, തൃശൂർ ഫാർമേഴ്സ് സഹകരണ സംഘം പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്ന പ്രസാദ് വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത വ്യക്തിയാണ്. പഠനകാലത്ത് KSUവിലൂടെയാണ് പൊതുപ്രവർത്തനത്തിന് തുടക്കമിടുന്നത്. ശ്രീ കേരളവർമ്മ കോളേജിലും തൃശൂർ ലോ കോളേജിലും കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലും KSU പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. KSU ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗം, സംസ്കൃത സർവകലാശാല ക്യാമ്പസ് യൂണിയൻ ചെയർമാൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എന്നീ പദവികളും വഹിച്ചു. സിവിൽ സ്റ്റേഷൻ ഡിവിഷനകത്ത് റോഡുകളുടെ അല്ലെങ്കിൽ മറ്റ് പ്രധാന വിഷയങ്ങളൊക്കെ തന്നെ ഒരുവിധം പരിഹരിക്കപ്പെട്ട് പോയിട്ടുണ്ട്. പ്രധാനമായിട്ട് ഇപ്പോൾ ഇവിടെ അത് പട്ടികളുടെ ശല്യം അതിരൂക്ഷമായൊരു പ്രശ്നമാണ്. കാരണം കളക്ടറേറ്റ് മുൻവശത്ത് ഫുട്പാത്തിലൊക്കെ നടക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇവിടെ പാർക്ക് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. വളരെ ഭയാനകമായ രീതിയിൽ ഈ തെരുവുനായകളുടെ ശല്യം കൂടി വരുന്നുണ്ട്. ഒപ്പം പശുക്കളുടെ ഒരു പ്രശ്നം, അത് ഇവിടെ വാഹന അപകടം ഏതാണ്ട് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. പിന്നെ ഇവിടെ പ്രധാനമായും ഈ കളക്ടറേറ്റ് മുൻവശത്ത് ആളുകൾ അലട്ടുന്ന പ്രശ്നം ഈ പക്ഷികളുടെ ശല്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇവിടുത്തെ കടകൾക്കായാലും അല്ലെങ്കിൽ ബസ് കയറാൻ നിൽക്കുന്ന കുട്ടികൾക്കായാലും ജോലിക്ക് പോകുന്ന ആൾക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഈ പക്ഷി ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിഹരിക്കാൻ എന്തെല്ലാം നിയമപരമായി ചെയ്യാൻ സാധിക്കുമോ? കാരണം ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. കാരണം പല ആളുകളും ഇവരെ സംരക്ഷിക്കണം ആവശ്യമായി കടന്നു വരുന്ന കാലഘട്ടം കൂടിയാണ്. പക്ഷേ അതിനകത്ത് എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യും. പിന്നെ ചെറിയ ചില പ്രദേശങ്ങൾക്ക് റോഡുകളുടെ അല്ലെങ്കിൽ വെള്ളക്കെട്ടിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്. അത് പരിഹരിക്കാൻ ആവശ്യമായ എല്ലാ നടപടിയും സ്വീകരിച്ച് മുന്നോട്ട് പോകും. 2015-20 കാലഘട്ടത്തിൽ ശ്രദ്ധേയമായ രീതിയിൽ അയ്യന്തോളിനെ പ്രതിനിധാനം ചെയ്ത കൗൺസിലറായിരുന്നു A. പ്രസാദ്. പാർട്ടി ചുമതല നിർവഹിക്കുമ്പോഴും ജനപ്രതിനിധി എന്ന ഉത്തരവാദിത്തത്തോട് തികഞ്ഞ പ്രതിബദ്ധത പുലർത്തിയതിനാലാകണം വീണ്ടും ഒരു ഊഴത്തിന് ജനങ്ങൾ അവസരം നൽകിയത്. മുൻപൊരു തവണ കൗൺസിലറായിരുന്ന ഡിവിഷൻ തന്നെയാണ് ഇപ്രാവശ്യം മത്സരിച്ചത്. ചെറിയ ചില പ്രദേശങ്ങൾ ഡിവിഷനിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ട് പുതിയ രൂപത്തിലാണ് ഡിവിഷൻ രൂപീകൃതമായതെങ്കിലും ഡിവിഷൻ്റെ പൊതുസ്വഭാവത്തെ അങ്ങനെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഈ ഡിവിഷനകത്ത് മത്സരിക്കാൻ തീരുമാനിച്ചത്. നല്ല രീതിയിലുള്ള ജനപിന്തുണ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ആത്മവിശ്വാസവുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഉത്തരവാദിത്തമേറിയ ചുമതലകൾ നിർവഹിക്കുമ്പോൾ അധ്യാപികയായ ഭാര്യയും വിദ്യാർത്ഥികളായ മക്കളും നൽകുന്ന പിന്തുണ വിലമതിക്കാനാകാത്തതാണെന്ന് പ്രസാദ് പറഞ്ഞു. KPCC സെക്രട്ടറിയായും മികച്ച സഹകാരിയായും പ്രവർത്തന പാരമ്പര്യമുള്ള പ്രസാദാണ് തൃശൂർ കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ ഒരാൾ. സിവിൽ സ്റ്റേഷനിൽ നിന്നും ക്യാമറാമാൻ റോയ്ക്കൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്. രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെയും തണലില്ലാതെ സ്വന്തം നിലയിൽ വളർത്തിയെടുത്ത പൊതുസേവനമാണ് ML റോസിയുടെ കൈമുതൽ. ഒരംഗത്തിന് കൂടി ബാല്യമുണ്ടെന്നും അന്നും താൻ വിജയിക്കുമെന്നും ഉറപ്പിച്ചു പറയുന്ന ആത്മവിശ്വാസമാണ് റോസിയുടെ വിജയരഹസ്യം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തോൽവി എന്തെന്നറിയാത്ത 3 പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ യാത്ര. ഇതാണ് തൃശൂർ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ ML റോസിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. പ്രായം തളർത്താത്ത രാഷ്ട്രീയ പോരാളി, ഇതാണ് ML റോസി ചേച്ചി. ഇത്രയും വർഷമായിട്ട് തോൽവി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു രഹസ്യം എന്താണ് ചേച്ചി? ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം, ജനങ്ങളുമായിട്ടുള്ള ഇടപെടലാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. ആ ജനം ഒരിക്കലും എന്നെ കൈ മാറിയിട്ടില്ല, പിന്മാറിയിട്ടില്ല. ഇപ്പോഴും അവരുടെ കൂടെ എന്നുള്ള ബോധ്യം അവരിലുണ്ട്. ഇപ്പോൾ എത്ര വയസ്സുണ്ട്? എനിക്ക് 72 വയസ്സ്. അപ്പോൾ കോർപ്പറേഷനിൽ ഇത്രയും വർഷങ്ങളായിട്ടുള്ളൊരു അംഗമാണ്. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള വികസനത്തെ ചേച്ചി എങ്ങനെയാണ് കാണുന്നത്? ഞാൻ അതാത് പ്രാദേശികം വരുന്ന ഞങ്ങളുടെ ഡിവിഷനിലേക്ക് എന്തൊക്കെയാണ് വികസനം വേണ്ടത് എന്ന് ആരാഞ്ഞുകൊണ്ട് അതിനെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ ജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് വികസന പരിപാടികൾ എന്ന് നിറവേറ്റുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിൽ രാഷ്ട്രീയമില്ല. ഇനി ആരെന്ത് പറഞ്ഞു തന്നാലും, വെള്ളമായാലും വെളിച്ചമായാലും റോഡായാലും മാലിന്യമായാലും ഇതെല്ലാം അതാത് സമയത്ത് ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജനോപകാരമായി ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കാണിക്കും. അത് നടപ്പിലാക്കുകയാണ് എൻ്റെ ഉദ്ദേശം. ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന യുവതലമുറയ്ക്ക് ചേച്ചി ശരിക്കും ഒരു മാതൃകയാണ്. ഇപ്പോൾ മൊത്തം ഒരു എത്ര വർഷമായി ഒരു രാഷ്ട്രീയ ജീവിതം? ഞാൻ തുടക്കം മുതലേ 95 മുതൽ. കാരണം ഞാൻ കുറേ ഫീൽഡ് വർക്ക്, സോഷ്യൽ വർക്ക് ചെയ്തിരുന്നു. അപ്പം ജനങ്ങളുമായിട്ടുള്ള ഇടപെടലിൽ എനിക്ക് പണ്ടേ ഒരു നല്ല ഹരായിരുന്നു. അതിലൂടെയാണ് ഇതൊക്കെ നേരിടുന്നത്. ഇപ്പോഴും പുതിയ കൗൺസിലേഴ്സ് വരുമ്പോൾ പറയാണ്, എല്ലാവരും അവരോട് പറഞ്ഞു കൊടുക്കുന്നത് റോസ് ചേച്ചിയെ മാതൃകയായിട്ട് അവരെന്താണ് ചെയ്തതെങ്കിലും ഒന്ന് ചോദിച്ചറിയുക. അതനുസരിച്ച് എല്ലാ കൽപ്പടകളും കയറി വരാനും സാധ്യതയുണ്ട് എന്ന് ബോധ്യം. ഞാൻ എന്നെ അറിയുന്ന വിധത്തിലൊക്കെ അവരെ വളർത്തി പരിപാലിച്ചു കൊണ്ടുവരാൻ ഞാൻ ഒരുക്കാണ്.
ഇനിയിപ്പോ എന്ത് പുതിയതായിട്ട് എന്ത് വികസനമാണ് ഈ കാളത്തോടിലേക്ക് കൊണ്ടുവരുന്നത്? ഇനി കാളത്തോട് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ളത് ഒരു പെലെ ഗ്രൗണ്ടുണ്ട്. അതിന് നമുക്ക് ഒരാളിൽ നിക്ഷിപ്തമല്ല, സംസ്ഥാന ഗവൺമെൻറ്റും തൃശ്ശൂർ കോർപ്പറേഷൻ നൽകുന്ന അതാത് കാലഘട്ടത്തിൽ നൽകുന്ന വികസനത്തിൻ്റെ കാര്യമായി തരുന്ന തുക കൊണ്ട് ഘട്ടം ഘട്ടമായി നമ്മൾ പ്രവൃത്തികൾ ആരംഭിക്കുന്നു. അതിനുപരി കഴിഞ്ഞ ബഡ്ജറ്റിലേക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 3 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 310 മീറ്റർ ഗാലറിയും 24 കടമുറികളും ഇപ്പോൾ അധികം വൈകാതെ തന്നെ പണി തുടങ്ങും. 1500 കോടിയുടെ വികസനങ്ങളെ എണ്ണി പറഞ്ഞ ഈ ഒരു LDFന് ഇത്തവണ വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചില്ല. അത് എന്തുകൊണ്ടായിരിക്കും? എനിക്ക് തോന്നുന്നു, എൻ്റെ തോന്നൽ മുഴുവനും ശരിയാണെന്ന് എനിക്കില്ല, പക്ഷേ ടാക്സ് റിവിഷൻ വന്നു. ആ ടാക്സ് റിവിഷൻ വന്നപ്പോൾ 16-17 മുതലുള്ള ടാക്സ് അവരിൽ നിന്ന് കരസ്ഥമാക്കുകയും പലിശയും പിഴപലിശയും ഈടാക്കുകയും ചെയ്തപ്പോൾ അതൊരു വലിയ മൈനസ് പോയിന്റ് ആയിരുന്നു. അന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ കോൺഗ്രസ്സിൽ അത് തള്ളിപ്പറയേണ്ട ആവശ്യകതയില്ല. അവരുടെ കാലഘട്ടത്തിൽ എടുക്കേണ്ട നിയമങ്ങൾ അതാത് കാലഘട്ടത്തിൽ എടുക്കാത്തതിൻ്റെ ദോഷം ഇപ്പോഴത്തെ ഭരണസമിതി കയ്യേറി ഏറ്റെടുക്കേണ്ടി വന്നു. ഏതു പാർട്ടിക്കാർ പിന്തുണച്ചാലും എതിർത്താലും മത്സരിച്ചാൽ ജയം അത് നമ്മുടെ റോസി ചേച്ചിക്കൊപ്പമാണ്. മത്സരിച്ചാൽ ജയിക്കാൻ റോസി ചേച്ചിയെ വേണമെന്ന നിലയിലാണ് ഓരോ പാർട്ടിക്കാരും. അതുപോലെ വിലപ്പെട്ടതാണ് ഈ 72-കാരിയുടെ ജീവിതവും. ക്യാമറമാൻ സിബി പോട്ടോറിനൊപ്പം സൂര്യപ്രകാശ്, TCV ന്യൂസ്. ഗുരുവായൂർ നഗരസഭയിൽ 2 പതിറ്റാണ്ടിലധികമായി ശുചീകരണ തൊഴിലാളിയായിരുന്ന ചന്ദ്ര രാമകൃഷ്ണൻ ഇനി ഭരണ നേതൃരംഗത്ത്. 5 വർഷത്തേക്ക് ജോലിയിൽ നിന്ന് അവധിയെടുത്താണ് ഇവർ ജനസേവനത്തിനിറങ്ങുന്നത്. 28-ാം വാർഡിൽ നിന്ന് കൈപ്പത്ത് ചിഹ്നത്തിൽ UDF സ്ഥാനാർത്ഥിയായി 376 വോട്ട് നേടിയാണ് ചന്ദ്ര വിജയിച്ചത്. 203 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലയേൽക്കും. 22 വർഷമായി ഗുരുവായൂർ നഗരസഭാ പരിധിയിലെ വീടുകളിൽ നിന്ന് ജൈവമാലിന്യം ശേഖരിക്കുന്ന ജോലിയാണ്. സജീവ കോൺഗ്രസ് പ്രവർത്തകയായ ഇവരുടെ ഭർത്താവ് 9 വർഷം മുൻപ് മരിച്ചു. പ്രാരാബ്ദങ്ങളെ തനിച്ച് നേരിട്ട് 3 പെൺമക്കളെയും ബാങ്ക് ജീവനക്കാരാക്കി. വാർഡിലെ ഓരോ വീട്ടുകാരോടും വലിയ ആത്മബന്ധം പുലർത്തുന്ന വ്യക്തിയായതിനാലാണ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കാനായതെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ പറഞ്ഞു. ചന്ദ്രജിയെ സംബന്ധിച്ച് ഈ പ്രദേശത്ത് ആർക്കും തന്നെ പരിചയപ്പെടുത്തേണ്ടതില്ല. 20 വർഷത്തിലധികമായി ഗുരുവായൂർ നഗരസഭയുടെ ശുചീകരണ വിഭാഗത്തിൽ തൊഴിലാളിയാണ്. CDS മെമ്പറാണ്. വളരെ സജീവമായി കുറെ വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്തും സംഘടനാ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെയൊക്കെ കനകേച്ചി എന്ന് പറയുന്ന ചന്ദ്രേച്ചിയാണ് ഞങ്ങൾക്കൊക്കെ കൗൺസിലറായിട്ടുള്ളത്. ഞാനായിരുന്നു ഇതിന് മുമ്പ് ഇവിടെ ജനപ്രതിനിധി ആയിരുന്നത്. എനിക്ക് ശേഷം പ്രിയപ്പെട്ട ചന്ദ്രേച്ചിയാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 25 വർഷം മുൻപ് ഈ വാർഡിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. നഗരസഭ മുൻ ചെയർപേഴ്സൺ മേഴ്സി ജോയിക്കെതിരെയായിരുന്നു മത്സരം. ഈ തോൽവിയിൽ നിന്നുള്ള പാഠമാണ് മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേകിയത്. ഇത്തവണ ജോലിയിൽ നിന്ന് അവധിയെടുത്താണ് മത്സര രംഗത്ത് സജീവമായത്. അവധി 5 വർഷത്തേക്ക് കൂടി നീട്ടി വാർഡിൽ സജീവമാകാനാണ് തീരുമാനമെന്ന് ഇവർ പറഞ്ഞു. ഞാൻ 22 വർഷം പോലെയായി കുടുംബശ്രീ ഹരിതകർമ്മസേന 2 ഇപ്പോഴായത്. അത് സിറ്റി സാനിറ്റേഷൻ ഗ്രൂപ്പ് തന്നെ ഒരു സംരംഭമായിരുന്നു. ഇപ്പോൾ ഹരിതകർമ്മസേന 2 എന്ന സംരംഭം തുടങ്ങി. അതിലിപ്പോ നിന്നിട്ടാണ് ഇപ്പൊ ഞാൻ ഇലക്ഷൻ നിന്നത്. ഇലക്ഷൻ നിന്നപ്പോ ജയിച്ച കാലത്താലും ഇനിയിപ്പോ സംരംഭത്തിന് ഞാൻ ലീവ് എടുത്ത് നിൽക്കുകയാണ്. ഇനിയുള്ള ഈ 4-5 വർഷം ഇവിടെ പിന്നെ ചേർത്ത് പിടിച്ച് വോട്ട് ജയിപ്പിച്ച ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാം. TCV ന്യൂസ്, ഗുരുവായൂർ. തിരുവില്ലാമല 4-ാം വാർഡിൽ വിജയിച്ച ഷീല പണിക്കർക്ക് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും തിരക്കൊഴിയുന്നില്ല. ധനുമാസത്തിലെ തിരുവാതിരയെ വരവേൽക്കാൻ കൂവപ്പായസം ഒരുക്കുന്നതിനുള്ള കൂവപ്പൊടി തയ്യാറാക്കുന്ന ജോലിയിലാണ് ഷീല പണിക്കരും സുഹൃത്തുക്കളും. കർഷകരിൽ നിന്ന് നേരിട്ട് കൂവ ശേഖരിച്ചാണ് കൂവപ്പൊടി തയ്യാറാക്കുന്നത്. കിലോയ്ക്ക് 1200 രൂപ നിരക്കിലാണ് വിൽപ്പന. 30 വർഷമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഷീല പണിക്കർ മുൻപ് 2 തവണ പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. തിരുവില്ലാമല BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റായും പ്രവർത്തിച്ചു. അസോസിയേഷൻ ഫോർ സോഷ്യൽ ആക്ടിവിറ്റീസ് ആൻഡ് റിസർച്ച് സെന്റർ പാവറട്ടിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ നേതൃസംഗമം നടത്തി. തൃശൂർ കില രജിസ്ട്രാർ KR സുമേഷ് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്തു. അസർ സെന്റർ പ്രസിഡന്റ് VK ഉമ്മർ അധ്യക്ഷനായി. സെക്രട്ടറി ഹാരിസ് ഹനീഫ്, AP നിസാം, VM ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ജനപ്രതിനിധികൾക്ക് അനുമോദനവും ഉപഹാരങ്ങളും നൽകി. ഇനി ക്രിസ്മസ് വിശേഷങ്ങളുമായി ജിംഗിൾ ബെൽസ്.
ക്രിസ്മസ് ഒരുക്കങ്ങളിൽ സവിശേഷ പ്രാധാന്യമാണ് പുൽക്കൂടൊരുക്കലിന്. താരതമ്യേന ലളിതവും ചിലവ് കുറഞ്ഞതുമായ പുൽക്കൂടുകൾ ഉണ്ടാക്കുന്നതിൽ ഇത്തവണയും തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികൾ വ്യാപൃതരാണ്. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ക്രിസ്തുമസിന് മുള കൊണ്ടുള്ള പുൽക്കൂടുകൾ തീർക്കാൻ കോയമ്പത്തൂരിൽ നിന്നുള്ള സംഘം എത്തിയിരിക്കുകയാണ്. 4 പേരാണ് ഇത്തവണ പാലക്കലിൽ മുള കൊണ്ടുള്ള പുൽക്കൂടുകൾ തീർക്കാൻ എത്തിയിരിക്കുന്നത്. കോയമ്പത്തൂർ RS പുരത്തു നിന്നെത്തിയ സംഘം പാലക്കലിലാണ് മുളയും വൈക്കോലും ഉപയോഗിച്ചുള്ള റെഡിമെയ്ഡ് പുൽക്കൂടുണ്ടാക്കുന്നതിൽ വ്യാപൃതരായിരിക്കുന്നത്. മുൻവർഷങ്ങളിലെ പതിവ് പോലെ നവംബറിൽ തന്നെ സത്യവേൽ, ശിവകുമാർ, സെൽവൻ, അർബുദരാജ് തുടങ്ങിയവർ പാലക്കലിലെത്തി കൂട് നിർമ്മാണം തുടങ്ങിയിരുന്നു. 150 മുതൽ 200 രൂപ വരെ വിലയ്ക്ക് പച്ചമുള വാങ്ങി ആണിയും കമ്പിയും ഉപയോഗിച്ച് തട്ടുകൾ ഉണ്ടാക്കി കൂടിന്റെ ഫ്രെയിം ഉണ്ടാക്കുകയാണ് ആദ്യം ചെയ്യുക. 2 തട്ടുകളിൽ വൈക്കോൽ മേഞ്ഞ് മേൽക്കുരയിൽ ഉറപ്പിക്കുന്നതോടെ കൂട് നിർമ്മാണം പൂർത്തിയാകും. കൂട് ഒന്നിന് 200 രൂപ മുതൽ 250 രൂപ വരെയാണ് വില. ഒരാൾ 10-ലേറെ കൂടുകൾ ദിവസവും ഉണ്ടാക്കും. കൊല്ലം വരാറുണ്ട്. 10-20 കൊല്ലമായിട്ട് വന്ന് ഇവിടെ പണിയെടുക്കുന്നുണ്ട്. ഞങ്ങൾ പുൽക്കൂട് ഉണ്ടാക്കുന്നുണ്ട്. വിലയൊക്കെ 200 തൊട്ട് 250 രൂപ വില ഉണ്ട്. ഈ സീസണിൽ എല്ലാവരും കൂടി നോക്കുമ്പോൾ ഒരു 700-800 എണ്ണം ഉണ്ടാക്കും. എല്ലാ മിറ്റിപ്പോരാണ്. കൂടുകൾക്ക് പുറമെ മുള കൊണ്ട് നക്ഷത്രങ്ങളും ഇവർ ഉണ്ടാക്കുന്നുണ്ട്. 15 അടി വരെ നീളമുള്ള നക്ഷത്രങ്ങളും ഇവിടെ ഉണ്ടാക്കുന്നവയിലുണ്ട്. പാലക്കൽ റോഡരികിൽ മുളവിൽപ്പന കേന്ദ്രത്തിന് സമീപമാണ് നിർമ്മാണം. നിരവധി പേർ ക്രിസ്മസ് കൂടും നക്ഷത്രവും വാങ്ങാനായി ഇവിടേക്ക് എത്തുന്നുണ്ട്. ക്രിസ്മസ് രാവ് വരെ കൂട് നിർമ്മാണവും വിൽപ്പനയുമായി ഇവർ ഇവിടെയുണ്ടാകും. 24-ന് രാത്രി നാട്ടിലേക്ക് മടങ്ങും. ഉണ്ടാക്കിയ ക്രിസ്മസ് കൂടുകളും നക്ഷത്രങ്ങളുമെല്ലാം വിറ്റൊഴിഞ്ഞ ആഹ്ലാദവുമായി. ക്രിസ്തുമസിനോടനുബന്ധിച്ച് പാലക്കൽ വളവിൽ പതിവ് കാഴ്ചയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ സഹോദരങ്ങളുടെ പുൽക്കൂട് തീർക്കൽ. പാലക്കലിൽ നിന്നും ക്യാമറാമാൻ റോയ്ക്കൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി നിയമത്തിനെതിരെ CPM വെങ്കിടങ്ങ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാടൂർ സെന്ററിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി KA ബാലകൃഷ്ണൻ അധ്യക്ഷനായി. CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KV മനോഹരൻ, ശോഭന മുരളി, PV അലി എന്നിവർ സംസാരിച്ചു. ചാമക്കാല നഹജുർ ഷാദ് ഇസ്ലാമിക് കോളേജിന്റെ 20ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി മദഹ് രാവ് സംഘടിപ്പിച്ചു. പാണക്കാട് മുൻവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. EK മുഹമ്മദ് ഹാജി അധ്യക്ഷനായി. നജീബ് കാന്തപുരം MLA മുഖ്യാതിഥിയായി. തുടർന്ന് വേദിയിൽ അരങ്ങേറിയ ഇഷ്ക് മജ്ലീസിന് ഷമീർ ഹുദവി അണ്ടത്തോട് നേതൃത്വം നൽകി. മുഹമ്മദ് സൽമാൻ ആലുവയുടെ നേതൃത്വത്തിൽ ഖവാലി അരങ്ങേറി. ഫൈസൽ എലേറ്റിൽ, PM സലീം ചാമക്കാല, PK മുഹമ്മദ്, KH സലീം, അലി, MCM നവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. അമല മെഡിക്കൽ കോളേജ് അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ആന്റണി മണ്ണുമലിനെ തിരുച്ചിറപ്പള്ളി ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ ബാസ്റ്റിൻ ജെറോമിന്റെ കീഴിൽ നടത്തിയ ഗവേഷണ പഠനത്തിന് കൊമേഴ്സിൽ ഡോക്ടറേറ്റ് ലഭിച്ചു. സ്ത്രീ സംരംഭകർക്കിടയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിനുള്ള പ്രാധാന്യം എന്നതായിരുന്നു ഗവേഷണ വിഷയം. തൃശൂർ മണ്ണുമൽ ഡേവിസിന്റെയും ആനിസ് ഡേവിസിന്റെയും മകനാണ്. പെൻഷൻകാർക്ക് നൽകാനുള്ള DA കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മണലൂർ നിയോജകമണ്ഡലം വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. പാവറട്ടിയിൽ നടന്ന സമ്മേളനം DCC സെക്രട്ടറി PK രാജൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് TL മത്തായി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി TM കുഞ്ഞുമൊയ്തീൻ, ജില്ലാ പ്രസിഡന്റ് KG ഉണ്ണികൃഷ്ണൻ, ഗുരുവായൂർ അർബൻ ബാങ്ക് ചെയർമാൻ AT സ്റ്റീഫൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PV ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിയ പിണറായി സർക്കാരിന്റെ കപടജനസ്നേഹം കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ തിരിച്ചറിഞ്ഞുവെന്ന് KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ പറഞ്ഞു. ഒല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർക്കുള്ള അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് റിസൻ വർഗീസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ഡേവിസ് ചക്കാലക്കൽ, ജെയ്ജു സെബാസ്റ്റ്യൻ, EA ഓമന, കരോളിൻ ജോഷുവ, TK ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീ വടക്കുന്നാഥൻ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ശ്രീമൂലസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന ആതിരോത്സവം തുടരുന്നു. 2ാം ദിവസമായി ഇന്നലെ വൈകിട്ട് വിവിധ സംഘങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരക്കളി കലാസ്വാദകരുടെ മനം കവർന്നു. നിരവധി പേരാണ് വേദിയിലേക്ക് ഒഴുകിയെത്തിയത്. ജനുവരി 3-നാണ് ആതിരോത്സവം സമാപിക്കുക. കുന്തളം കോരി മേടഞ്ഞും ചന്ദമാ
കൊടകര സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ആന്റോ ചുങ്കത്ത് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജനറൽ ആശുപത്രി, HDFC ബാങ്ക് എന്നിവരുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പിൽ 58 വിദ്യാർത്ഥികൾ രക്തദാനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ വിജയ് ബാബു ക്യാമ്പിന് നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. 3 മുറിയിൽ നടന്ന പൊതുയോഗം NRRG വർക്കേഴ്സ് യൂണിയൻ കൊടകര ഏരിയ സെക്രട്ടറി ടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സുനിത ബാലൻ അധ്യക്ഷത വഹിച്ചു. വൃന്ദ ഭാസ്കരൻ, ബിന്ദു സുരേന്ദ്രൻ, സീബ ശ്രീധരൻ, രമ്യ മനീഷ് എന്നിവർ സംസാരിച്ചു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഹാരിഷ് തച്ചോടി എഴുതിയ മഴ നനഞ്ഞ മൺപാതകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തിങ്കളാഴ്ച നടക്കും. സാഹിത്യ അക്കാദമി വയലോപ്പള്ളി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പ്രൊഫസർ SK വസന്തൻ പുസ്തക പ്രകാശനം നിർവഹിക്കും. K ഉണ്ണികൃഷ്ണൻ, ഹാരിഷ് തച്ചോടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സെന്റർ സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷവും സീനിയർ സെക്കൻഡറി ബ്ലോക്കിന്റെ ഉദ്ഘാടനവും റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ നിർവഹിച്ചു. സ്കൂൾ മാനേജർ CG രാജൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ PS ഉഷ, SN ട്രസ്റ്റ് സെക്രട്ടറി EN ശശി, സ്ഥാപക സെക്രട്ടറി സജീവൻ വെട്ടിയാട്ടിൽ, ട്രഷറർ KU ദിവ്യപ്രകാശൻ, സെക്രട്ടറി OC വിജയൻ, SN ട്രസ്റ്റ് രക്ഷാധികാരി മോഹനൻ വടക്കേടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി ഗുഡ് ഷെപ്പേർഡ്സ് സെൻട്രൽ സ്കൂളിൽ രജത ജൂബിലി ആഘോഷിച്ചു. കേരള ഹൈക്കോടതി മുൻ ജഡ്ജി എബ്രഹാം മാത്യു ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഫാദർ ടിച്ചോ മുളക്കര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അതിരൂപത വികാരി ജനറൽ ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ, തൃശൂർ സഹോദയ കോംപ്ലക്സ് കോർഡിനേറ്റർ ദിനേശ് ബാബു, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ അനു സെബാസ്റ്റ്യൻ, PTA പ്രസിഡന്റ് ഷൈൻ റാഫേൽ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭ വാർഡ് 1, 28, 32, 33 വാർഡുകളിലെ UDF സ്ഥാനാർത്ഥികളുടെ വിജയാഘോഷം നടന്നു. മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C ഗോപപ്രതാപൻ, DM ഷാജി, ബ്രിജിത പ്രദീപ്, തനുജ ഷാഫി എന്നിവരുടെ വിജയാഘോഷമാണ് നടന്നത്. UDF ഭാരവാഹികളായ HM നൌഫൽ, ആലിപ്പരി പ്രദീപ്, അസ്മത്ത് അലി, MS മുസ്തഫ, ആലുങ്ങൽ മൊയ്തീൻ ഷാ തുടങ്ങിയവർ നേതൃത്വം നൽകി. മിഷൻ ക്വാർട്ടേഴ്സ് പൗരസമിതിയും ലയൺസ് ക്ലബ്ബ് ഓഫ് തൃശൂരും സംഘടിപ്പിക്കുന്ന കരോൾ ഓൺ വീൽസ് ഈ മാസം 24 നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. ഭാരവാഹികളായ സാജൻ മാമ്പള്ളി, ആന്റണി പോട്ടക്കാരൻ, പ്രതീഷ് കവലക്കാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,300 രൂപ, പവന് 98,400 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു. അന്ത്യം തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിൽ. സംസ്കാരം നാളെ രാവിലെ 10 ഔദ്യോഗിക ബഹുമതികളോടെ കണ്ടാനാട്ടെ വീട്ടുവളപ്പിൽ. വിടവാങ്ങിയത് മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അതുല്യ പ്രതിഭ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽ കാൽനാട്ടുകർമ്മം മന്ത്രി V ശിവൻകുട്ടി നിർവഹിച്ചു. കലോത്സവം ജനുവരി 14 മുതൽ 18 വരെ. ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണപ്പാളി വിഷയവും ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബാധകമായില്ലെന്ന് CPM. ന്യൂനപക്ഷങ്ങൾ UDF-നെ തുണച്ചതായും നേതൃയോഗത്തിൽ വിലയിരുത്തി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നാളെ. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ മുതിർന്ന അംഗം ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യും. മേയർ, ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പ് 26-ന്. പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 27-ന്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.